ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേര യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർ ഘർ തിരങ്ക പ്രചാരണം നീണ്ടുനിൽക്കും. ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുച്ചേരിയിലെ മുരുക തിയേറ്റർ സിഗ്നലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർ ഘർ തിരങ്ക യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദീഖ്. 45,904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9,332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. 127.61 കോടി രൂപയുടെ കൃഷി നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി BY ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണ മന്ത്രി M ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജില്ലയിലെ 8 ബ്ലോക്കുകളിൽപ്പെട്ട 7,560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേര യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും ഇടവ മുതൽ കൊല്ലം, ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളിത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി T സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രസ്ഥാനമാണ് മേര യുവ ഭാരത് എന്ന് മന്ത്രി OJ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.